അള്ള കൊറേ കാലായിട്ടേ മരുമോള് സത്യത്തിൽ കുറച്ച് മോശമാണ്. തള്ളക്ക് തിന്നാൻ കൊടുക്കായും തള്ളൊരു വെള്ളം എടുത്തെടുക്കാൻ അയക്കൂല, ഗ്യാസുമ്മ കത്തിക്കാൻ അയക്കൂല, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുവേ. അപ്പൊ ഈ മൂപ്പത്തിക്ക് രാവിലെ ഇൻസുലിൻ വെച്ചെടുത്ത് മകൻ പോയതാണ്. ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് നടന്ന ആ സംഭവമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ എന്നതൊക്കെയാണ് നടക്കുന്നത്, നമുക്ക് ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ് നടക്കുന്നത് അല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഗുണ്ടയായിരുന്ന ഒരാളെ കുറേ പേര് കൂടി റോഡിലിട്ടാണ് അങ്ങനെ ചെയ്തത്. അയാൾ ചെയ്തിച്ച് പോയ തെറ്റിൻ്റെ ബാക്കി ഭാഗമാണ് ആ സംഭവിച്ചത്. ആ സംഭവത്തിന് ആ സംഭവിച്ച ആളും അതിൻ്റെ അയാൾ ചെയ്ത തെറ്റിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഇങ്ങനെ ഈ ഗുണ്ടായസങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇതൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ, പ്രത്യേകിച്ച് തമിഴ് സിനിമയിലാണ് കൂടുതൽ നമ്മൾ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ അതൊക്കെ ഇപ്പം ടി വിക്ക് അത്ര എന്തെങ്കിലും കാണുമ്പോൾ സിനിമയാണോ ന്യൂസാണോ നമ്മൾ അറിയാതെ തന്നെ ചോദിച്ചു പോകും. അതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ ദിവസം അത് എവിടെയാണോ അഞ്ചിൽ അവിടെ കണ്ടായിരുന്നു തോന്നുന്നു, കറക്റ്റ് ഓർക്കുന്നില്ല സ്ഥലം. ഒരു ഓട്ടോയ്ക്കകത്ത് വന്ന കസിനാണ് ആ കുത്തി അങ്ങേരുടെ അപ്പൻ്റെ അനിയൻ്റെ മോനെയോ ചേട്ടൻ്റെ മോനെയാണ് ആ ഉപദ്രവിച്ച് അങ്ങനെ അയാളെ കൊന്നു കളഞ്ഞു. ഇങ്ങനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, നിസ്സാരം ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് ഇപ്പം എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഇല്ലേ. നമുക്ക് വെട്ടുക കുത്തുക ഇതൊക്കെ കേൾക്കുമ്പം ഒരു നിസ്സാര കാര്യമാണ്. ഒന്നാമത് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ നിയമം അത്രക്കേ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാര്യം ഒരുത്തനെ കൊന്ന് പോയ ഒരാൾക്ക് 1 വർഷം അതിനു മുമ്പ് ജാമ്യം കിട്ടി പുറത്തിറങ്ങി ആ ആള് കുറേ പേര് കൂടി ആ ആളെ അങ്ങ് തീർത്തു, സ്റ്റേഷനിൽ ഒപ്പിടാൻ പോയിട്ട്. അതൊക്കെ നമ്മളെ വേറെ കാറ്റഗറിയാന്ന് നോക്കാം അതൊക്കെ. പക്ഷേ അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് പേര് വേദനയും വിഷമങ്ങളും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ കാണിച്ചു വെക്കുന്നതിൻ്റെ ബാക്കി പത്രങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ, കുഞ്ഞ്, പിന്നെ ആ ഒരമ്മ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒത്തിരി പേര് അമ്മയെ പറയുന്നതായിട്ട് മകനെ മര്യാദയ്ക്ക് വളർത്തണമായിരുന്നെന്ന്. ഇപ്പോഴുള്ള മക്കളെ ഏതമ്മമാർ പറഞ്ഞാൽ നിൽക്കുന്ന മക്കളുണ്ട്. അപൂർവങ്ങളിലേ ഉള്ളൂ അമ്മയും അപ്പനൊക്കെ പറയുന്ന അനുസരിച്ച് നിൽക്കുന്ന മക്കൾ. ചിലപ്പം നമ്മുടെ മുന്നിൽ നല്ല വെള്ള ചമഞ്ഞ് നിൽക്കുന്ന മക്കൾ ചിലപ്പോൾ പുറത്തിറങ്ങി വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അങ്ങനെയും ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഇതിപ്പോൾ അതൊന്നുമല്ല, ഈ ഒരു രജിത എന്ന് പറഞ്ഞ പുള്ളിക്കാരിയെ ശാന്ത എന്ന് പറയുന്ന അമ്മായിയമ്മ ആ ചെയ്തത് ഭയങ്കര ഒരു ഇതാണ്. നമുക്കത് ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഫസ്റ്റ് ഓൺ ബിഗ് ടി വി. മലപ്പുറത്ത് അമ്മായിയമ്മ മരുമകളെ വെട്ടിക്കൊന്നു. നിലമ്പൂർ കൂറ്റൻപാറയിലാണ് കൊലപാതകം. കൂറ്റൻപാറ സ്വദേശി സുനിൽ ബാബുവിന്റെ ഭാര്യ രജിലയാണ് കൊല്ലപ്പെട്ടത്. ഭർത്തൃമാതാവ് ശാന്തയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചായ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വിവരങ്ങളുമായി സമീർ ബിൻ കരീം നമുക്കൊപ്പം. സമീർ ബിൻ കരീം, കൊലപാതകത്തെക്കാൾ എന്നെ ഞെട്ടിച്ചത് ആ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമാണ്. എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റും സംഭവിക്കുന്നത് സമീർ? ഒരു ചായയ്ക്ക് വേണ്ടി ഒരാളെ കൊല്ലുകയോ? ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്നാ ദേശത്തിൻ്റെ പുറത്താണേലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവരുടെ മക്കൾ 2 പെൺകുട്ടികളാണെന്ന് പറയുന്നു. ആ കുഞ്ഞുങ്ങൾ ഇനി അനാഥരായില്ലേ? അവരുടെ ജീവിതം ഇനി എന്നാണ് മുന്നോട്ട്? ഇതാണ് മിക്ക വീടുകളിലും ഉണ്ട്. പണ്ടൊക്കെ ആയിരുന്നെന്ന് എല്ലാവരും പറയും കേട്ടോ, ഇങ്ങനെ ഈ അമ്മായിയമ്മ മരുമോള് പ്രശ്നങ്ങൾ. പക്ഷേ ഇപ്പോഴും നടക്കുന്നുണ്ട്. ചിലയിടത്ത് അമ്മായിയമ്മയും മരുമോളും കട്ടയ്ക്ക് നിൽക്കുന്നതായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ബൈറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. ചിലയിടത്തെന്ന് പറഞ്ഞാൽ മരുമോള് മാത്രമായിരിക്കാം പാവം, അമ്മായിയമ്മ ഭയങ്കര സാധനമായിരിക്കാം. ചിലയിടത്ത് മരുമോളായിരിക്കാം ഭയങ്കര സാധനം, അമ്മായിയമ്മയായിരിക്കും പാവം. ഈ അമ്മായിയമ്മയും ഈ മരുമോളും ചിന്തിക്കുന്ന ഒരു കാര്യമില്ല. ഈ മരുമോളായതിന് ശേഷമാണ് അമ്മായിയമ്മയായെന്ന് അമ്മായിയമ്മയും ഈ മരുമോള് ഇനി ഞാനൊരു അമ്മായിയമ്മയാകാനുള്ളതാണെന്നും അങ്ങനെ ഒരു ചിന്തയില്ല. എന്നും അവരവരുടെ ചിന്ത അവരവരെന്നും ഇങ്ങനെ തന്നെ ഇരിക്കും എന്നുള്ളതാണ്. ഓരോ സമയം കഴിയുമ്പോഴും കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ നമ്മൾ വന്നുകൊണ്ടിരിക്കും. അതൊന്നും ചിന്തിക്കാതാണ് കിടന്നീ കാണിക്കുന്നത്. പിന്നെ ഇതിനകത്ത് അവിടുന്ന് അവർ വണ്ടി കയറാൻ പോകുന്ന വീഡിയോസൊക്കെ എല്ലാവരും കണ്ട് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തു, പുള്ളി എന്നാ അമ്മായിയുടെ വീട്ടിൽ ടൂർ പോകുന്ന മാതിരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അവരുടെ ആ ഒരു സിറ്റുവേഷനിൽ പിന്നെ അവരെ കാണിക്കുമ്പോഴത്തേക്ക് അവർക്ക് നല്ല അവശതയുണ്ട്. അവരെ പിടിച്ചാണ് ഇറക്കുന്നത് ഹോസ്പിറ്റലിൽ മെഡിക്കൽ ചെക്കപ്പിനെ കൊണ്ടുപോയപ്പോഴത്തേക്ക്. ഇച്ചിരി ഏജ് ഉള്ളതായിരിക്കുമല്ലോ എന്നതാണെന്ന് പറഞ്ഞാലോ അവരുടെ അടുത്തുള്ളൊരു സ്ത്രീ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടതിന് ശേഷം ബാക്കി പറയാം. അള്ള കൊറേ കാലായിട്ടേ മരുമോള് സത്യത്തിൽ കുറച്ച് മോശമാണ്. തള്ളക്ക് തിന്നാൻ കൊടുക്കായും തള്ളൊരു വെള്ളം എടുത്തെടുക്കാൻ അയക്കൂല, ഗ്യാസുമ്മ കത്തിക്കാൻ അയക്കൂല, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുവേ. അപ്പൊ ഈ മൂപ്പത്തിക്ക് രാവിലെ ഇൻസുലിൻ വെച്ചെടുത്ത് മകൻ പോയതാണ്. ഇൻസുലിൻ വെച്ച് കുറച്ച് കഴിഞ്ഞാൽ ഇതിന് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഇതിന് വേറെ ഇളകും. അപ്പൊ ഇതെന്ത് ചെയ്തു, ചായ ഉണ്ടാക്കി ഗ്യാസുമ്മ ഒച്ച ഇട്ടാണ്ട് ഇവള് വന്നാണ്ട് ചായക്ക് വെള്ളം വെച്ചത് എടുത്തോടെ ചിന്തിങ്ങൾ അങ്ങനെ ഗ്യാസുമ്മ ചായ ഉണ്ടാക്കി കുടിക്കണ്ട, അതിനൊരു കുയിണ്ട്. അപ്പോൾ ഈ തള്ളേനോട് അങ്ങനെ കാട്ടിയാണ്ട് ഗ്യാസിന്റെ അടുപ്പ് കത്തിക്കണ സാധനം ഓള് പൂട്ടി വെച്ച് മേലക്ക് എത്താത്തോടത്ത് വെച്ചതിന്. എന്നിട്ട് ഓള് പോയി കടന്നു. അതിൽ ഇത് പ്രശ്നം ഉണ്ടാക്കണ്ട വെച്ച് റൂം പോയി കടന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഇതിന് വിറയലിളകി. ഫുഡ് കഴിക്കഴിഞ്ഞിട്ട് ഒരു ചായ വെള്ളമെങ്കിലും മധുരട്ട് കുടിച്ചാല് അതിന് നിൽക്കും എന്തെങ്കിലും കഴിക്കാന്. അപ്പോൾ ഇതിന് ഭക്ഷണം കിട്ടാത്തൊരു ദേഷ്യവും സങ്കടവും ഇത്രയും കാലം അടക്കി പിടിച്ച് കൊണ്ട് നടന്നൊരിതും ഒക്കെപ്പാടെ അത് 2 ദിവസം മുന്നേ കാച്ചി വെച്ചിരുന്നു കത്തി. അത് എടുത്തുകൊണ്ട് ഓളാണ് ഉറങ്ങി കിടക്കുന്ന റൂം ഉണ്ടല്ലോ ഞങ്ങള് അവിടെ പോയിട്ട്
കുട്ടിയായിട്ട് കറച്ചിക്കാണ്. മൂന്തേമ കൂടിയും കഴുത്തു കൂടിയും ഒക്കെ വെട്ടാണ്. നീച്ച് പാഞ്ഞിട്ട് അപ്പൊക്കൊക്കെ ചോര കണ്ടില്ല പോയത്. ആ ഈ ഒരു കാര്യം പറയുന്ന കേൾക്കുമ്പോൾ ഒരാളുടെ ഭാഗത്ത് മാത്രമല്ല തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ ഷുഗർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞുള്ള കുഴപ്പം എന്നാണെന്നറിയോ, അവർക്ക് ഈ കൃത്യസമയത്ത് ഫുഡ് കിട്ടാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തന്നെയല്ല BP, ഷുഗർ, പിന്നെ അവരുടെ ഏജും അത്രയും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഇവർ പെട്ടെന്ന് വയലൻ്റ് ആകും. വയലൻ്റ് ആകുന്ന സമയത്ത് ഇവർക്ക് നല്ല ആരോഗ്യമായിരിക്കും. എത്ര പ്രായമുണ്ടെന്ന് പറഞ്ഞാലും ദേഷ്യം വരുമ്പോഴത്തേക്ക് അത് നമുക്ക് എല്ലാവർക്കും അങ്ങനെയുണ്ട്. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ നോർമൽ ആരോഗ്യത്തെക്കാൾ ഒന്നും കൂടെ കൂടുതലായിട്ട് വരും. അപ്പം ഞാൻ ഇവർ ചെയ്തത് ന്യായീകരിക്കുമല്ല, ഇവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. ആ ഒരു ദേഷ്യത്തിന് അവർ ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ. പക്ഷേങ്കിൽ അവർ ഇനി ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ അവർ എല്ലാവരും ചോദിച്ചു, ഒരു ചായയല്ലേ, ചായ അവർക്ക് തന്നെ ഉണ്ടാക്കി കുടിക്കത്തില്ലായിരുന്നു, വെട്ടാനുള്ള ആരോഗ്യം ഇവർക്ക് ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചു. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ പതിയെ പുറത്തോട്ട് വരുന്നതേ ഉള്ളൂ. അവർക്കിനി ഉണ്ടാക്കി കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർ പൊക്കോട്ടെ, ഇവരെന്നതാണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചോട്ടെ. അതാർക്കും നഷ്ടമുള്ള കാര്യമല്ലല്ലോ. എത്രയാണേലും അവരുടെ മകൻ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പൈസ കൊണ്ടായിരിക്കും ആ വീട്ടിലെല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ആ ഭർത്താവ് ഒരു രീതി, അവരുടെ ഭർത്താവ് രാവിലെ പണിക്ക് പോയി, അവരുടെ മകൻ എന്ന രീതിക്ക്, മകൻ രാവിലെ, ആ രണ്ട് രീതിക്കും ഭർത്താവാണെന്ന് പറഞ്ഞാലും മകനാണെന്ന് പറഞ്ഞാലും രാവിലെ ഇറങ്ങിപ്പോകുന്നത് ഇവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി കഴിക്കാനുണ്ടാക്കാൻ പോകുന്ന മനുഷ്യനല്ലേ അത്. വെളുപ്പാങ്കാലത്ത് ഇറങ്ങി റബ്ബർ വെട്ടാൻ പോകുന്നത്. അവർക്ക് പോയപ്പോഴത്തേക്ക് അദ്ദേഹം ഇൻസുലിൻ എടുത്തേച്ച് പോയി. ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ ഷുഗർ ചിലർക്ക് പെട്ടെന്ന് കുറഞ്ഞു പോകും. അതിനാണ് ഫുഡ് എടുത്ത് വെച്ചതിന് ശേഷമാണ് ഇൻസുലിൻ എടുക്കാവുള്ളൂ എന്ന് പലപ്പോഴും പറയുന്നത്. അവർ കുടിക്കുക എടുത്ത് വെച്ച് ചായ എടുത്ത് വെളിയിൽ കളയുക. ലൈറ്ററാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്, ഗ്യാസ് കത്തിക്കുന്ന ലൈറ്റർ. ആ കത്തിക്കുന്നത് എടുത്ത് ഇവർക്ക് കൈ എത്താത്തടുത്ത് വെക്കുക. അത് കഴിഞ്ഞ് ഒരു റൂമിൽ പോയി അവർക്ക് പിന്നെയും ദേഷ്യം വന്നിട്ടാണ്. അപ്പോൾ അത്രയും അവരെ പ്രകോപിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു അവർക്ക്. അതുകൊണ്ട് എന്നെ പറ്റി അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആരും ഇല്ലാതായി പോയില്ലേ. അവരുടെ ആ 2 പെൺകുഞ്ഞുങ്ങൾക്ക് ഒരമ്മ ഇല്ലാതെ, പ്രത്യേകിച്ച് ഒരു പെൺകുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ഒരവസ്ഥ ഭയങ്കര കഷ്ടമാണ്. ഒരു പെൺകുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ കാര്യം എല്ലാവരും ഇട്ട് തട്ടത്തേ ഉള്ളൂ, എല്ലായിടത്തും ഇട്ട് പണിയിപ്പിക്കത്തേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഇത് കേൾക്കുമ്പോൾ പറയായിരിക്കും, അപ്പോൾ അമ്മായിമ്മ ചെയ്ത് നല്ലതാണോ എന്ന് ചോദിക്കും. അമ്മായിമ്മ ചെയ്ത് നല്ലതെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു സീൻ അവിടെ ഉണ്ടാക്കാതിരിക്കാമായിരുന്നു അവർക്ക്, ഇല്ലേ? അവർക്ക് അങ്ങനെ ഒരു സീൻ, ഇനി അവർക്കത് ഉണ്ടാക്കി കൊടുക്കാൻ വയ്യ, അവരവിടെ കിടന്ന് എന്തെങ്കിലും ഉണ്ടാക്കി തിന്നട്ടെ, ഇവർക്ക് എന്നാണ് പാട് എന്ന് അവർ ചിന്തിച്ചിരുന്നെങ്കിൽ അവിടെ അങ്ങനെ ഒരു പ്രശ്നം, ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ടുള്ള ദേഷ്യമായിരിക്കാമല്ലോ ഒരു പക്ഷേ ഇവർ തീർത്തത്. ഈ ദിവസവും ഇതൊക്കെ തന്നെയായിരിക്കും രാവിലെ ആ വീട്ടിൽ നടക്കുന്നത്, മകൻ പോയി കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ തന്നെയായിരിക്കും. ഇവർ മോശമായിരിക്കുകയില്ല, ഇവർ ഒട്ടും മോശമായിരിക്കില്ല, ഇവർ അതുപോലെ അവരുടെ അടുത്ത് നിന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ ഈ രീതിക്കുള്ള പെരുമാറ്റം അവരുടെ അടുത്ത് കാണിക്കുന്നതെന്ന് വെക്കാം. എന്നത് വായിക്കട്ടെ, ഒരു മനുഷ്യന് സുഖമില്ലാതെ വന്നു കഴിയുമ്പം നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും ഷുഗറൊക്കെ താന്നു കഴിയാണല്ലോ, ആ ഒരു മനുഷ്യന് ആ നിമിഷം ചിലപ്പോൾ ആ സ്പോട്ടിൽ തന്നെ അവർക്ക് മരണം സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാവുന്നൊരു കാര്യമാണ്. അവർക്ക് ചിലപ്പോൾ ഈ വിശപ്പും കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് പരവേശമായി കാണും. അവരതിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ചെയ്ത്. അതിന് ഞാൻ ന്യായീകരിക്കുമല്ല, ഇനി അതിൻ്റെ പേരും പറഞ്ഞ് ആരും എന്നോട് പറയില്ല അവർ ചെയ്ത് നിങ്ങൾ ശരിയാണെന്ന് വിചാരിക്കുന്നുണ്ടെന്നല്ല. ഒരു വിഷയം ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ 2 കൂട്ടരും നോക്കിയാൽ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കാണും. അത് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ കുറേയൊക്കെ നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, ഇല്ലേ? ഇതിനേക്കാൾ കൂടുതൽ അമ്മായിയമ്മ ആഹാരം ഉണ്ടാക്കി വെച്ചാൽ മരുമക്കൾക്ക് കഴിക്കാൻ പോലും പറ്റത്തില്ല. അതുപോലെ തന്നെ മരുമക്കൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അമ്മായിയമ്മയുടെ അനുവാദം ഇല്ലാതെ വിളമ്പി കഴിക്കാൻ പറ്റാത്ത എത്രയോ വീടുകളുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും എല്ലാവരും പറയും, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു, നമ്മുടെ ജോയി എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് ജോയി പറയുന്നു, വിവാഹം കഴിച്ച് കഴിയുമ്പോൾ ഇവരെ മാറ്റി താമസിപ്പിച്ചേക്കണമെന്ന് പറയുന്നു. ഇവർക്ക് താമസിക്കേണ്ട ഇവർ എൻ്റെ പുള്ളിയുടെ അമ്മ പറഞ്ഞു, എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പോയി താമസിച്ചാൽ, അവർക്കൊക്കെ പൈസ കാണും. പക്ഷേ ഇതൊക്കെ നമ്മുടെ സാധാരണ കുടുംബമാണ്, അങ്ങനെ പോയി കൂലിപ്പണിക്ക് പോകുന്നവരാണ്. അവരെവിടെ പോയി താമസിക്കും? അവർ വേറൊരു വീട് വെക്കണമെങ്കിൽ തന്നെ സ്ഥലം മേടിക്കണം, വീട് വെക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുക്കുന്നു. പിന്നെ ഈ അമ്മ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു, അവിടെ അപ്പനില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു അമ്മയെ കളഞ്ഞേച്ച് ഇവർ സ്വന്തമായിട്ട് താമസിക്കാൻ പോകുമ്പോൾ നാട്ടുകാർ പറയുന്നത് എന്നായിരിക്കും, കണ്ടോ അമ്മയെ കളഞ്ഞേച്ച് അവനെ പെണ്ണുമ്പളെ കിട്ടിയപ്പം അവരെയും കൊണ്ട് പോയി സുഖമായിട്ട് ജീവിച്ചെന്ന് പറയും, ഇല്ലേ? ഇത് എങ്ങനെ നോക്കിയാലും ഇത് നമുക്ക് ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ഒത്തിരി പേര് ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അമ്മായിയമ്മയുടെ പീഡനം കൊണ്ട് ശരിക്കും ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ പാമ്പിടിച്ച അമ്മമാരെ അനാഥാലയത്തിൽ കൊണ്ടുവിടുന്ന പറഞ്ഞുകൊണ്ട് ഭർത്താക്കന്മാരെ നിർബന്ധിച്ച് കൊണ്ടുവിടുന്ന ഒരുപാട് ഭാര്യമാരും ഉണ്ട്. ഇവരാരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഒരു പെണ്ണാണെങ്കിൽ എൻ്റെ അപ്പനെയും അമ്മയും ഭർത്താവ് നോക്കണം എന്നുള്ള ധാരണ പെണ്ണിന് വരും. അതേസമയം ഭർത്താവിൻ്റെ അപ്പനെ അമ്മയും നോക്കാൻ എന്നെക്കൊണ്ട് പറ്റുകയില്ല എന്നുള്ള മൈൻഡുള്ള പെണ്ണുങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർക്ക് എൻ്റെ അമ്മേനെയും അപ്പനെയും എൻ്റെ വീട്ടുകാരെ എല്ലാം ഇവള് നോക്കണം, പക്ഷേ ഇവിടെ വീട്ടുകാരോട് എനിക്ക് തോന്നുന്ന പോലെ ഞാൻ പെരുമാറുള്ളൂ എന്ന് കാണിക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ ലോകം എന്ന് പറയുന്നത്. ഒരുപാട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കുടുംബത്തിലേക്ക് ഒരു കൊച്ചിനെയൊക്കെ പറഞ്ഞു വിടാൻ തോന്നുന്നു, പേടിക്കും, ഇല്ലേ?
ഞാനുണ്ട് എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. കുട്ടികൾക്ക് ഒരു കല്യാണമല്ല ആദ്യം വേണ്ടത്. അവർക്ക് ആദ്യം വേണ്ടത് ഒരു സ്റ്റാൻഡാണ്. അവർ സ്വന്തമായിട്ട് ജോലിക്ക് ചെയ്ത് നിൽക്കാൻ ഒരു സ്റ്റാൻഡ്. അതിനി ഒരു കൈത്തൊഴിലാണേലും അവരെ പഠിപ്പിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. വലിയ ഡിഗ്രി എടുത്ത് വലിയ ലക്ഷങ്ങൾ മുടക്കി ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കൊടുത്തില്ലേ പോലും നമ്മുടെ വരുമാനത്തിന് പറ്റുന്ന രീതിക്ക് ഒരു കൈത്തൊഴിൽ, ഒരു തയ്യലോ അങ്ങനെ എന്നതെങ്കിലും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരിക്കണം. പഠിപ്പിച്ച് അവർക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്നാണേലും ഒരു തൊഴിൽ ചെയ്ത് അവർക്ക് ജീവിക്കാൻ പറ്റുന്നവരായിരിക്കണം. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വീടുകളിൽ കുറഞ്ഞിരിക്കും. ഒരുപാട് പ്രശ്നക്കാർ അവർക്ക് തയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരവരുടെ ലോകത്തേക്ക് അങ്ങ് പോകും. അമ്മായിയമ്മ അവിടെ കിടന്ന് എന്നെ കാണിച്ചാൽ അവർ ഒരു പക്ഷേ മൈൻഡ് ചെയ്യുന്നത് വരത്തില്ല. അമ്മായിയമ്മയും കുറേ നാൾ കിടന്ന് ഇങ്ങനെ മെക്കിട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് അവർ അവശതയാകും. അവരൊരു സൈഡിലോട്ട് മാറി അവർ അവരുടെ പാട് നോക്കി പൊക്കോളും. ഇതൊക്കെ പറയാൻ എളുപ്പമാണെന്ന് ചിലപ്പോൾ നിങ്ങൾ പറയാതിരിക്കും. പക്ഷേ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമില്ലാത്ത ഒരു കാര്യങ്ങളും ഇല്ല. ഒരു നിസ്സാരം ഒരു കാര്യത്തിന് വേണ്ടി അവർ ചായ കിട്ടാത്തതിൻ്റെ പേര് മാത്രമായിരിക്കില്ല അവരവരെ ഉപദ്രവിച്ചേക്കുന്നത്. അവിടുത്തെ ദിവസവുമുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കാം. ഒരുപക്ഷെ ആ മകൻ ഇതിനെപ്പറ്റി ഒരു മൈൻഡ് കൊടുത്ത് കാണുകയല്ല. അവർ തമ്മിലുള്ള വിഷയങ്ങളല്ലേ, അത് അവർ തമ്മിൽ തീർത്തോട്ടെ എന്നൊരു മൈൻഡായിരിക്കും മകൻ കരുതിയത്. പക്ഷേ അദ്ദേഹം ഇടപെട്ടിരുന്നെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങളൊന്ന് പരിഹരിച്ച് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനൊരു വലിയൊരു കൊടും ക്രൂരത അവിടെ നടക്കുകയില്ലായിരുന്നു. ഇത് പറഞ്ഞു വരുമ്പം എല്ലാവരുടെയും ഭാഗത്തുണ്ട് തെറ്റ്. അവർ ഈ ലോകത്തുനിന്ന് പോയതുകൊണ്ട് അവർ ചെയ്തതിന് നല്ല കാര്യമെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല. അവർ ഈ ലോകത്തുനിന്ന് പോയതുകൊണ്ട് അവർ കാണിച്ച നല്ല കാര്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇവരാ ചെയ്ത് അവരുടെ പ്രായത്തിന് തന്നെ അങ്ങനെ കൊടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ടും അവരെ അങ്ങനെ ഉപദ്രവിക്കാൻ പറ്റത്തില്ലായിരുന്നു. അവർക്ക് തൊട്ട് അയൽവക്കത്ത് പോയാണേലും അടുത്തുള്ള വീട്ടിൽ നിന്നാണേലും എന്തെങ്കിലും ഒന്ന് മേടിച്ച് കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യാമായിരുന്നു. ഇനി അവരുടെ സിറ്റുവേഷനൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഓരോരുത്തരും ഓരോ മൈൻഡാണ്. ചിലർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനെ പോയി മേടിക്കാനോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ കാണും. എല്ലാം കൂടെ ഓർത്തപ്പോഴത്തേക്ക് അവരെ നിയന്ത്രിക്കാൻ അവർക്കൊരു പക്ഷേ പറ്റിക്കാണുകയില്ല. അതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു സംഭവം നടന്നത്. എന്നാണേലും ഒരു മക്കളെ കെട്ടിച്ച് നമ്മൾ വിടുമ്പോഴത്തേക്ക് ആ കുഞ്ഞുങ്ങൾക്ക് ആദ്യം കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സിറ്റുവേഷൻ അനുസരിച്ച് നിൽക്കുക എന്നുള്ള വേണം പറയട്ടെ, ഇല്ലേ? അല്ലാതെ അവിടെ ചെന്ന് നീയാണ് വലിയ രാജാവ്, അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിലേക്ക് ആദ്യമായിട്ട് ചെല്ലുന്നതാണ്. അങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ സിറ്റുവേഷൻ ഒന്നും നമുക്കറിയത്തില്ലായിരിക്കും. നമ്മളവിടെ ഒരു ഇച്ചിരും താന്ന് കൊടുത്തെന്നും പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഈ ആമക്കളാണേലും ഒരു പെണ്ണ് വന്ന് കഴിയുമ്പോഴത്തേക്ക് അമ്മമാരോട് പറഞ്ഞു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. മറ്റൊരു വീട്ടിൽ നിന്ന് വരുന്ന പെണ്ണാണ്, അവരുടെ വീട്ടിലെ രീതിയും കാര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ചിലപ്പോൾ ഒരു വീട്ടിൽ വെക്കുന്ന കറി പോലും ആയിരിക്കില്ലായിരിക്കും ചെല്ലുന്ന വീട്ടിൽ കറി വെക്കുന്നത്. അങ്ങനെ പോലും വ്യത്യാസങ്ങൾ കാണും. അത് ചിലപ്പോൾ വന്ന് കയറുന്ന പെണ്ണിന് അറിയത്തില്ലായിരിക്കും. അത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത്. ഇത് വരുമ്പോഴേ എല്ലാവരും വലിയ മരുമോളെന്നുള്ളൊരു സ്ഥാനവും കൊടുക്കും. അന്യ വീട്ടിൽ സത്യം പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് പെണ്ണുങ്ങളുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് പറയും, നീ നിൻ്റെ വീട്ടിൽ പോകുന്നില്ലേന്ന് ചോദിക്കും. നമ്മൾ ജനിച്ചു വളർന്ന വീട് നമുക്ക് അന്യമായി തീരും. നമ്മൾ ചെന്ന് കയറുന്ന വീട്ടിൽ അവർ പറയും, നീ നിൻ്റെ വീട്ടിലോട്ട് പോയി നിൽക്കുക. അപ്പം സത്യം പറഞ്ഞാൽ നമുക്കൊരു വീടെന്ന് പറയുന്നില്ല നമുക്ക് തോന്നിപ്പോകും. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു വീടെന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മുടെ കെട്ടിയന്മാർ കഷ്ടപ്പെട്ടൊരു വീട് വെക്കണം. അവരൊരു വീട് വെച്ച് നമ്മൾ അതിനകത്ത് താമസം തുടങ്ങുമ്പോഴാണ്. എല്ലാ പെണ്ണുങ്ങളുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. ചിലയിടത്തൊക്കെ അമ്മായിയമ്മയാണെന്ന് പോലും നമുക്ക് തോന്നത്തില്ല കേട്ടോ, അമ്മയാണെന്ന് തോന്നും. അതുപോലെ മക്കളെ സ്നേഹിക്കുന്ന അമ്മായിയമ്മമാരുണ്ട്, അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. ചിലയിടത്ത് മരുമോൾ എന്നെല്ലാം കാണിച്ചാലും അമ്മായിയമ്മ മൈൻഡ് ചെയ്യാത്തതുണ്ട്. ചിലയിടത്ത് ഈ മരുമോളെ കണ്ടാൽ സ്വന്തം മോളാണെന്ന് തോന്നുന്നതുകൊണ്ട്. സ്വന്തം മോളെന്ന് നമുക്ക് തോന്നും. നമ്മൾ ഓർക്കും അവരുടെ സ്വന്തം മോളായിരിക്കും അതെന്ന് വയ്ക്കും. ഞാൻ എൻ്റെ അമ്മയും കൊണ്ട്, എൻ്റെ അമ്മ തന്നെ ചേട്ടൻ്റെ അമ്മയും കൊണ്ട് കൊറോണ ആയിരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ഞാനായിരുന്നു അമ്മയുടെ കൂടെ നിന്നത്. ആ നിന്ന സമയത്ത് ആ ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാം വന്നേച്ച് വിചാരിച്ചതെന്നറിയാം എൻ്റെ സ്വന്തം അമ്മയെന്നായിരുന്നു വിചാരിച്ചത്. എൻ്റെ സ്വന്തം അമ്മയെന്ന് വിചാരിച്ചു. അവർ വന്നവരെല്ലാം എന്നോട് ചോദിച്ചു. സാധാരണ കൊറോണ ഇങ്ങനെയുള്ളവർ വീട്ടിൽ വിളിച്ച് റിസൾട്ട് പറയും. കാര്യം ചേട്ടൻ്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നായിരുന്നു, കൈ ഒന്ന് അനക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പം സംസാരിക്കാനൊക്കെ പറ്റും, കൈ അനക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളായിരുന്നു. അന്നേരം അമ്മ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്ക് ആ ഡോക്ടർ പറഞ്ഞു സ്വന്തം മോളല്ലേ എടുത്തിരിക്കുന്നത്, ഇതിന് നമ്മൾ അവർ വീട്ടിൽ വിളിച്ച് റിസൾട്ട് ഇങ്ങനെ അന്നുള്ള റിസൾട്ട് പറയേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സിസ്റ്റർ പറഞ്ഞു അത് മോളല്ല മരുമോള എന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ അമ്മയോട് ആ വന്ന ഡോക്ടർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അമ്മ ജീവിതത്തിൽ എന്നതോ ഒരു പുണ്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അമ്മ ഇതുപോലെ നോക്കുന്ന പോലെ ഒരു മരുമോളെ കിട്ടിയെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഞങ്ങളിവിടെ 2 മരുമക്കളാണുള്ളത്. ആ 2 മരുമക്കളും എൻ്റെ അനിയത്തിയാണേലും അനിയൻ്റെ ഭാര്യ അമ്മ വയറ്റിൽ നിന്ന് പോകുന്ന സമയത്തൊക്കെ അവളാണ് അത് കഴുകി ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. സ്വന്തം അമ്മയെ നോക്കുന്ന പോലെയാണ് അവളും നോക്കിയിട്ടുള്ളത്. അവൾ ഒരു അറപ്പോ അല്ലെങ്കിൽ ഒരു അകലച്ചയോ ഒന്നും അമ്മയെടുത്ത് ഞങ്ങൾ 2 മരുമക്കളും കാണിച്ചിട്ടില്ല. 2 മരുമക്കളും, അമ്മയ്ക്ക് പെൺമക്കളില്ലായിരുന്നു, 3 ആൺപിള്ളേരേ ഉള്ളായിരുന്നു. അമ്മേനെ നല്ല ഇതായിട്ട് തന്നെ ഒരു കാര്യത്തിനും അവളും ഒരു മടിയോ ഒന്നും പറയാതെ അനിയത്തി അവൾ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യുന്നത്. അതോ അവൾ ചെറുപ്രായത്തിലായിരുന്നു, 22 വയസ്സുള്ളപ്പോഴേ 22 വയസ്സല്ല 20 വയസ്സ് അങ്ങോട്ടുള്ളപ്പോഴാണ് അവളുടെ കല്യാണം കഴിഞ്ഞ് അവളെ കൊണ്ടുവരുന്നത്. ആ സമയത്ത് നമുക്ക് ഇത്രയും വയ്യാഴികയില്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞാണ് അമ്മയ്ക്ക് ഇത്രയും വയ്യാഴിയൊക്കെ ആയത്. എന്നൊക്കെ അമ്മ സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെയാണ് അമ്മയ്ക്ക് വയ്യാഴിക കൂടി വന്നത്. അങ്ങനെ നോക്കുന്ന മരുമക്കളും ഉണ്ട്, ഇല്ലയെന്നല്ല. പക്ഷെങ്കിൽ ചിലരെന്ന് പറഞ്ഞാൽ പിടിവാശിയാണ്. ഞാനാണ് വലുത്, കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുക്കള ഭരണം എന്ന് പറയുമ്പോഴത്തേക്ക് അറിയും അതെൻ്റെ മാത്രം കുത്തകയാണ്,
അമ്മായിയമ്മയ്ക്ക് ഇനി അവിടെ അവകാശമില്ല എന്നൊരു മൈൻഡാണ്. ചില അമ്മായിമ്മമാർ ഇത് എൻ്റെ കുത്തകയായിരുന്നു, ഇവിടേക്ക് ഇനി അവൾ കയറി ആധിപത്യം ഇല്ലാത്ത സ്ഥാപിക്കുന്നു എന്നൊരു ചിന്ത വരും. ഇങ്ങനെ രണ്ടുപേരുടെ ഭാഗത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ കേരളത്തിൽ നടക്കുന്നത് നമുക്ക് കാണും. നമ്മൾ നേരത്തെ കേരളത്തിന് വെളിയിലാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. യു പിയിലും അവിടെയൊക്കെ ഇങ്ങനെ വെട്ടുന്നു കുത്തുന്നു എടുക്കുന്നു എന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അന്നേരം നമ്മൾ ചിന്തിക്കരുത് നമ്മുടെ കേരളത്തിൽ എന്ത് സമാധാനമുണ്ട്, എന്ത് ഇതായിട്ടാണ് നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ ഒരു വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോണ്ടല്ലോ എല്ലാവരും നോക്കി നിൽക്കലാണ് കൂടുതലും പരിപാടി. ഇത് പിന്നെ ഈ പെങ്കൊച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ ഇവർ അമ്മായിമ്മ ഉപദ്രവിച്ചത് കുഞ്ഞുങ്ങൾ കിടന്ന് കരഞ്ഞപ്പോഴാണ് ആൾക്കാർ ഓടി വന്നത്. അന്നേരത്തേക്ക് അവരുടെ ജീവൻ പോയി. അപ്പോൾ അത് എത്ര വൈരാഗ്യത്തോടു കൂടിയുള്ള ഉപദ്രവമായിരുന്നു എന്ന് ഓർത്ത് നോക്കിയവർ. എത്ര വൈരാഗ്യത്തോടു കൂടി അവരുടെ മനസ്സിലെ ദേഷ്യം മുഴുവൻ തീരുന്ന പോലെയല്ലേ അവർ ഉപദ്രവിച്ചത്. അത്രയ്ക്ക് അവരെ ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ആ ഒരു നിമിഷം കൊണ്ടുണ്ടായ ദേഷ്യമൊന്നുമല്ല, ദിവസങ്ങളോളം അല്ലെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളോളം അവരുടെ മനസ്സിലുണ്ടായിരുന്നൊരു വൈരാഗ്യമായിരിക്കും അവരാ തീർത്തത്. അത്രയ്ക്ക് ദേഷ്യമായിരിക്കും അവരാ തീർത്തത്. ഇപ്പം എല്ലാവരും പറയുന്നത് ഇനി അകത്ത് കിടന്ന് സുഖമായിട്ട് ചായയും കാപ്പിയൊക്കെ കുടിക്കത്തില്ലേ? വെറുതെയാണ്. അസുഖമൊക്കെ ഉള്ളവർക്കൊക്കെ അവിടെ പ്രത്യേക പരിഗണനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ നോക്കാൻ ആഴ്ച ഡോക്ടർമാർ വരും, അവർക്ക് ഫുഡ് കിട്ടും, എല്ലാം ഉണ്ട്, ഒരു പ്രശ്നവും ഇല്ല. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ ജാമ്യം കിട്ടി ഇറങ്ങുകയും ചെയ്യും. ഇതൊക്കെയാണ് അവരുടെ പ്രായത്തിൻ്റെ ഒരു ഇത് വെച്ചൊക്കെ അങ്ങനെയൊക്കെ വരുമായിരിക്കും. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മുടെ നിയമത്തിൻ്റെ ഇതാണേലും എന്നാണേലും. ഇപ്പം സത്യം പറയാം, ഒരു കോഴിയെ കൊല്ലുന്ന പോലും നമുക്ക് ഒന്നും അറയ്ക്കും മനുഷ്യൻ, പക്ഷെ ഒരു മനുഷ്യനെ കൊല്ലാൻ ആർക്കും അറപ്പില്ല, ആർക്കും ഒരു വിഷമമില്ല. അല്ലെങ്കിൽ ഉപദ്രവിപ്പ് പിള്ളേരാണെങ്കിൽ പോലും കൊച്ചു പിള്ളേർ വളർന്നു വരുന്നത് പോലും കാണിക്കുന്ന എന്നതാണ്. നമ്മുടെ ഈ 2006 തുടങ്ങിയതിന് ശേഷം ഇത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കൊല്ലുക, ഉപദ്രവിക്കുക, കൊല്ലുക, ഉപദ്രവിക്കുക, അല്ലെങ്കിൽ പിള്ളേരെ തല്ലി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇത് പിള്ളേർ തമ്മിൽ അടിയുണ്ടായി അല്ലെങ്കിൽ കൊല്ലുക, ഇത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ വെളിയിലോട്ട് നമുക്ക് ഇറങ്ങുന്നതിനെ പറ്റി നമ്മുടെ കുഞ്ഞുങ്ങളെയാണെങ്കിലും പുറത്തോട്ട് വിടാൻ നമുക്കൊരു പേടി വരും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ വൈകുന്നേരം, എൻ്റെയൊക്കെ കുഞ്ഞിലൊക്കെയാണ്, എൻ്റെ ആങ്ങളമാരൊക്കെ അവിടെ ഇവിടെ എല്ലാം കളിക്കാൻ പോകുമായിരുന്നു. അവർ പോയിട്ട് സന്ധ്യയാകുമ്പോഴേ അവർ വരുന്നത്. കളിക്കാൻ പോകുന്നിടത്ത് ചിലപ്പോൾ ഉരുണ്ട് ഉടച്ച് വീണ് മുട്ടൊക്കെ ഒരിച്ചിരി മുറിഞ്ഞൊക്കെ ആയിരിക്കും വരുന്നത്, പക്ഷെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ലായിരുന്നു അവിടെ. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇന്ന് അങ്ങനെയാണോ? ഒരു കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും വിടാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കമ്പെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ഏതെങ്കിലും ഒരെണ്ണത്തിന് തീർത്തോളുമാണ് പരിപാടി. ആ തീർത്ത് കഴിഞ്ഞ് അവരുടെ മനസ്സിൽ വൈരാഗ്യം തീരുവുള്ളെന്നാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെല്ലാം കൂടുതലും മൊബൈലിന് അഡിക്റ്റായി. നമ്മുടെ ഈ പെരക്കകത്ത് തന്നെ പിള്ളേർ പിന്നെയും പേരൻസൊക്കെ വിചാരിക്കുന്നതന്നെ ഒന്നുമല്ലല്ലോ മൊബൈലിനകത്തിരുന്നുള്ളൂ, ഇവിടെ വീട്ടിലുണ്ടല്ലോ, ആരും തല്ലിക്കൊല്ലുകയല്ലോ എന്നുള്ളൊരു ഇത് വരും. ഇതൊക്കെ ഇനി എങ്ങോട്ടാണ് ഈ കാലത്തിൻ്റെ പോക്കെന്ന് ഓർക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് തലയ്ക്കൊരു പെരുപ്പാണ് വരുന്നത്. ഇനി നാളെ എന്നതാണ് അടുത്തൊരു വാർത്ത എന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല. എന്നെയാണെങ്കിലും ഞാനൊരു ഇത് നോക്കിയതിനകത്ത് രണ്ടുപേരുടെ ഭാഗത്തുണ്ട് തെറ്റ്. രണ്ടുപേരുടെ ഭാഗത്ത് അവരപ്രായം ചെന്ന് ആ തള്ള ഇനി എന്തെങ്കിലും ഇച്ചിരി കുടിക്കാൻ എടുക്കാനും ചെയ്തോട്ടെ, നമുക്ക് എന്നാ പാടാം, നമ്മളുണ്ടാക്കി കൊടുക്കണ്ട, അവരുണ്ടാക്കി കഴിച്ചോട്ടെ. അങ്ങനെയൊന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. ഈ ഒരു പ്രശ്നം ഇത്ര വഷളാകുകയില്ലായിരുന്നു. ഇത് ചായ ചോദിച്ചിട്ട് ഇവരോട്ട് കൊടുക്കത്തുമില്ല, അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത് കഴിക്കാനായിട്ട് സമ്മതിക്കത്തുമില്ല. അതുകൊണ്ട് എന്നെ പറ്റി അവർ ഈ ലോകത്തുനിന്ന് പോയി മറ്റവർ ഈ വയസ്സനാം കാലത്ത് ജയിലിലും കിടക്കേണ്ടി വരുന്നു. ആ കുഞ്ഞുങ്ങൾ അനാഥർ, അവരുടെ ഭർത്താവ് ആ 2 കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകും. എന്താണെങ്കിലും ജീവിതകാലം മൊത്തം ഒരു മനസ്സമാധാനമുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ഇതിൽ നിന്നൊരു മോചനമുണ്ട്. ആ കുഞ്ഞുങ്ങൾ കണ്ട ആ ഒരു ഷോക്കിൽ ആ കുഞ്ഞുങ്ങളത് കണ്ട് ആ കുഞ്ഞുങ്ങളുടെ ഒരു അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. എത്ര ഭയാനകമായിരിക്കും അതുങ്ങളുടെ ആ മനസ്സിലെ ആ ഒരു ഭയം എത്ര മാത്രം ഉണ്ടായിരിക്കും. ഇതാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എന്നാണേലും ഒരു വല്ലാത്ത ന്യൂസായിപ്പോയി. ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര ഒരു വിഷമമായിപ്പോയി. ഒത്തിരി പേര് ഞാൻ കണ്ട എൻ്റെ ഇടയിൽ കമൻറ്റൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഞങ്ങൾ മാറി താമസിച്ചത് എൻ്റെ അവസ്ഥ ഇതായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പെണ്ണുങ്ങളുണ്ട് ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഭർത്താവ് പോലും തിരിഞ്ഞു നിന്ന് ആ വീട്ടുകാരുടെ ഒപ്പം നിന്ന് പെണ്ണിനെ ദ്രോഹിക്കുന്ന ഒരുപാട് വീട്ടുകാരുണ്ട്. ഭാര്യയുടെ ഒപ്പം നിന്ന് അമ്മയെ ദ്രോഹിക്കുന്ന ആമ്പിള്ളാരും ഉണ്ട്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സെയിമാണ്, അല്ലാതെ ഒന്നും കൂടിയും ഒന്നും കുറഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടും സെയിം ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ല, അതേ ഉള്ളൂ. ആർക്കും സ്നേഹമില്ല. ഒരമ്മ ചിന്തിക്കുക, ഒരു പെണ്ണ് വന്നിരിക്കുന്നു, അവൾ എൻ്റെ മകൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, അവൾ എൻ്റെ മകനെ നോക്കുന്നു, അവനെ സ്നേഹിക്കുന്നു. ആ മകനോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് ആ മകളോട് ഒരിക്കലും ആ മരുമകളോട് ഒരിക്കലും പോരെടുക്കാൻ തോന്നത്തില്ല. എൻ്റെ മകനെ അല്ലേ അവൾ അത്രയും സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ അവൾ കൊണ്ടു നടക്കുന്ന അവർ സ്നേഹമായിട്ട് ജീവിക്കുന്നു, അവൻ്റെ കൂടെ ജീവിതകാലം മൊത്തം അവളാണ് ഇനിയൊരു തുണയായിട്ട് വേണ്ടേ എന്ന് ചിന്തിച്ചാൽ ഒരിക്കലും പോരെടുക്കാൻ തോന്നത്തില്ല ഒരമ്മയ്ക്ക്. അതുപോലെ തന്നെ ഈ കയറി വന്ന പെണ്ണുങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാം. ഈ കല്യാണം കഴിക്കുന്ന കെട്ടിയന്മാർ ഒറ്റ ദിവസം കൊണ്ട് നമുക്കിങ്ങനെ വാർത്ത കിട്ടിയതല്ല. അവർ 10 മാസം ചുമന്ന് ആ മകൻ്റെ തീട്ടവും മൂത്രവും കോരി അതിനെ തീയിലും വെള്ളത്തിലും വീഴാതെ വളർത്തിക്കൊണ്ടുവന്ന് ഒരാൾ അത്രയും ആയതിനു ശേഷമാണ് നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരോട് സ്നേഹം തോന്നും. കാര്യം ആ അമ്മ മകനെ പ്രസവിച്ചുകൊണ്ടാണ് നമുക്കിങ്ങനെ ഭർത്താവിനെ കിട്ടിയത് നമ്മളൊരു നിമിഷം ചിന്തിച്ചാൽ. അപ്പോൾ അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ അങ്ങ് പൊറുക്കാൻ പറ്റും. ഇത് 2 കൂട്ടരുടെ ഭാഗങ്ങളിലുണ്ട്, ഒത്തിരി എടുത്തുണ്ട്. ഞാൻ എപ്പോഴും പറയും,
നമ്മൾ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മക്കൾ കൊണ്ടുവരുന്ന പെണ്ണിനോട് നമുക്ക് പോരെടുക്കാൻ പറ്റത്തില്ല. കാര്യം നമുക്ക് നമ്മുടെ മക്കളോടുള്ള സ്നേഹമല്ലേ അവരോട് ഉണ്ടാകുന്നത്. എന്നാലും എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് പറയണമെന്ന് തോന്നി. ഇനി ഇതിൽ പോസിറ്റീവും കാണും നെഗറ്റീവും കാണും. നമുക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണല്ലോ. എനിക്ക് എൻ്റെ അഭിപ്രായമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടാണ് തോന്നിയെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് പ്രതികരിക്കാം. എന്നായാലും നമുക്ക് കമൻറ്റിലൂടെ കാണാം. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാമേ.